കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 2024 ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ പ്രദർശനവും നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ KM സാബിർ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സച്ചിൻ KC അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഷെനി KK ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലാ വെക്ടർ യൂണിറ്റ് കൺട്രോളിൻ്റെയും ജില്ലാ മാസ് മീഡിയ വിഭാഗത്തിൻ്റെയും മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഡെങ്കിപ്പനി വിരുദ്ധ നോട്ടീസ് പ്രകാശനവും നടന്നു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൊതുകുജന്യ രോഗങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രദർശനവും നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ P, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് രമേശൻ CP, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സുധീഷ് T, ആർദ്ര SS എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഇതുവരെയായി 3200 ഡെങ്കിപ്പനി കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളായ ചിരട്ട, മുട്ടത്തോട്, വിറകുകൾ, മൂടിവയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ എന്നിവിടങ്ങളിലെയും വീടുകൾക്കകത്തുള്ള മണി പ്ലാന്റ് തുടങ്ങിയ ഇൻഡോർ ചെടികളിലെയും ഫ്രിഡ്ജിന്റെ ട്രേ തുടങ്ങിയതിൽ കെട്ടിക്കിടക്കുന്നതുമായ ശുദ്ധജലത്തിലാണ് പൊതുവെ മുട്ടയിട്ട് വളരുന്നത്. കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസം വരെ കൊണ്ട് ലാർവ വിരിഞ്ഞ് പുതിയ കൊതുകുകൾ പുറത്തുവരുമെന്നോർക്കണം. വീടുകളിലെയും മറ്റു പരിസരങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുകയും അതിനകത്ത് കൊതുക് വളരുന്നില്ല എന്ന് ആഴ്ചതോറും ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ഉറവിട നശീകരണം ആഴ്ചതോറും കൃത്യമായി നടത്തുന്നതിനായി ആഴ്ചയിൽ 1 വീതം ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കണം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഓഡിറ്റോറിയം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒഴിവാക്കിയിട്ട് നേരിട്ട് കൂടുതൽ ആൾക്കാർ വരാൻ സമയമുള്ള ഈ ഒരു ഇടം ആയ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിന് ഒരു വിശദമായ ബോധവൽക്കരണ ക്ലാസ് തന്നെ ഇവിടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല. ആകെ പറയാനുള്ളത്, നമ്മുടെ ജില്ലയിലെ ഡെങ്കിപ്പനിയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് നിലവിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 300-400 കേസുകളൊക്കെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ ജൂലൈ മാസം വരെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 2300-ലധികം കേസുകളായിട്ട് നിൽക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്നുള്ളത്, ഒരു കാരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡെങ്കിപ്പനിക്ക് ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമുണ്ട്. അതായത് ഓരോ 2-3 വർഷം കൂടുമ്പോഴും ഒരുപാട് കേസ് കൂടും. അതേസമയം തന്നെ നമുക്ക് അതുകൊണ്ട് കേസ് കൂടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അതിലൂടെ സംഭവിക്കുന്ന മരണങ്ങളാണ്. നിലവിൽ ജില്ലയിൽ ഡെങ്കിപ്പനി കാരണം 10 മരണങ്ങളോളം നിലവിൽ ജില്ലയിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് കൃത്യമായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടല്ല, ആ പറയുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് പ്രത്യേകിച്ച് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇതിന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡെങ്കിപ്പനി മൂലമുള്ള മരണങ്ങൾ തടയുക എന്നുള്ളതാണ്. അതിനകത്ത് ഡെങ്കിപ്പനി വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഡെങ്കിപ്പനി വരാതിരിക്കാനായിട്ട് നമുക്ക് ഡെങ്കിപ്പനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, ഈഡിസ് കൊതുക് എന്നുള്ളത് ചെറിയ ചെറിയ വെള്ളക്കെട്ട്, നമ്മളിപ്പം ഇവിടെ വലിച്ചെറിയുന്ന ഒരു കുപ്പിയുടെ അടപ്പ് തൊട്ട് അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം കളയുന്ന ഒരു മുട്ടത്തോട് തൊട്ട് അല്ലെങ്കിൽ ചെറിയ ചിരട്ട തൊട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടിലാണ് ഈ ഈഡിസ് കൊതുകിനെ വളരാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ളത്. അപ്പോൾ ഈ ഈഡിസ് കൊതുകിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ഈഡിസ് കൊതുക് പരമാവധി കുറയ്ക്കുന്നത് 300-400 മീറ്റർ വരെയാണ്. അപ്പോൾ